ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമ കൂടിയായ കളങ്കാവൽ സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ജിതിൻ കെ ജോസാണ്. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിങ്ങനെ വളരെ മികച്ച താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസത്തെ പോലെ തന്നെ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളങ്കാവലിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയോടെ പുറത്തു വന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് 5 മണിയോടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നും പുതിയ പോസ്റ്ററും വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്നിട്ടുള്ള ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും മമ്മൂട്ടി കമ്പനി പ്രസിദ്ധീകരിച്ച കളക്ഷൻ പോസ്റ്ററുമായി വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപ്രകാരം ആദ്യ ദിവസം കേരളത്തിൽ 4,92,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശ കളക്ഷനായി ആദ്യ ദിവസം $1.078 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 9,74,00,000 രൂപ. ഇതിൽ 8,50,00,000 രൂപയും GCC കളക്ഷനാണ്. അങ്ങനെ 15,66,00,000 രൂപയാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ഈ സിനിമ 15,70,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്പണിംഗ് കളക്ഷനാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളങ്കാവൽ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. 16,20,00,000 ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത ടർബോയാണ് ഒന്നാം സ്ഥാനത്ത്. ഇനി രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ പ്രീസെയിൽ കളക്ഷനായി 1,89,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിരുന്നു. ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 4.5 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 9.5-10 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് 16,50,00,000 റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 2 ദിവസം കൊണ്ട് 32 കോടി മറികടക്കും എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ ഞായറാഴ്ചയുടെ 3 ദിവസം കൊണ്ട് 50 കോടി മറികടക്കും എന്ന് ഉറപ്പുള്ള ഈ സിനിമ 100 കോടിയിലേക്കുള്ള പ്രയാണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദിത്യ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ചിത്രത്തിൽ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 16,80,000 രൂപ കളക്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഇന്നലെ 32,40,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് 40 കോടി രൂപയുമായിരുന്നു. അതേസമയം രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ നല്ല വർധനവ് വന്നിട്ടുണ്ട്. ഇന്ന് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത 36 കോടി രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45-50 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 85-90 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമയുടെ ബഡ്ജറ്റ് 140 കോടി രൂപയാണ്. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശ് തിരക്കഥ ഛായാഗ്രഹണം നിർവഹിച്ച് ദിഞ്ചത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ്, പ്രദീപ്, വിനീത്, അശോകൻ, നരേൻ, ബിനു പപ്പു, സൗരവ് സത്യദേവ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഇന്നലെ വെള്ളിയാഴ്ചയുടെ 15 ദിവസം പൂർത്തിയായ ഈ സിനിമയുടെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ 20,14,00,000 രൂപയാണ് 15 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 40 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.